കല്യാണമൊക്കെ അല്ലേ, ഞാനൊന്ന് യൂണിസെക്സ് വരെ പോയതാ. പോയതോ പോയി. ഇതൊക്കെ എന്തോ ഒരു അഹംഭാവത്തോടു കൂടിയാ വന്ന് പറയുന്നതെന്ന് ഓർത്തു നോക്കണം. എന്നതാ? ഉണ്ണി സെക്സിന് പോയെന്ന് പറഞ്ഞു. അതാണോ ഞാൻ പറഞ്ഞത്? യൂണിസെക്സ് ബ്യൂട്ടി പാർലറിൽ പോയതാന്ന്. അതാണോ പറഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ആറ്റി നോറ്റൊരു കല്യാണം കഴിക്കുന്നതാണ്. 1000 പേരുടെ സദ്യയാണ് നാളെ ഒരുക്കിയിരിക്കുന്നത്. വലിയ കുഴി വെട്ടേണ്ടി വരുമല്ലോ. അല്ല, വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടി കുഴി വെട്ടണമല്ലോ. അതോർത്ത് പേടിക്കണ്ട. ഈ നാട്ടിലെ സകല എച്ചികളെയും പിടിച്ചിട്ടുണ്ട്. അത് നല്ലതാ. അമ്മാവനടക്കം. അതല്ലേ പറഞ്ഞത്. അപ്പൊ അമ്മാവൻ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഞാൻ നോക്കിക്കോളാം. പിന്നെ വേറൊരു കാര്യം പറയാം. എന്റെ കൂടെ പഠിച്ച കുറെ കൂട്ടുകാരികളുണ്ട്. അവളുമാരൊക്കെ വരും. അപ്പൊ അമ്മാവൻ വേണം. ഞാൻ നോക്കിക്കോളാം. അവരെല്ലാം ഞാൻ നോക്കിക്കോളാം. നോക്കരുത്. നോക്കിയ കാല് ഞാൻ തല്ലി ഓടിക്കും. ഇത്തിരിയിലെ ഭർത്താവ് അവരോട് പറയും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോക്കരുതെന്ന്. അത്രയ്ക്കും വലിയ ഞരമ്പാണ് നിങ്ങൾ. ഞാനൊരു കാര്യം പറയാം, ഉപദേശമായിട്ടൊന്നും കണക്കാക്കരുത്. എന്നാലും കണക്കാക്കിക്കോ. ഈ പ്രായത്തിൽ ഞരമ്പ് പരിപാടികൾ ഒപ്പിക്കരുത്. അങ്ങനെ ഒപ്പിച്ച ചത്ത് മേളിട്ട് ചെല്ലുമ്പോ മുള്ളുള്ള പാലത്തിൽ കൂടെ ദൈവം നിങ്ങളെ നടത്തിക്കും. പിന്നെ ലേഡീസ് ഹോസ്റ്റലിലെ മതിലേ കൂടെ, അതും കുപ്പിച്ചില് നിരത്തിയ മതിലേ കൂടെ ഞാൻ ഇങ്ങനെ ബാലൻസ് തെറ്റാതെ പോയിട്ടുണ്ട്. ആ എട്ടുകൂടിയാണോ ബാല? ചെറിയ ഞരമ്പല്ലല്ലോ. അതെ, അതൊക്കെ പോട്ടെ. നീ കെട്ടായിരുന്ന പെണ്ണിന്റെ വീട്ടിൽ നിന്ന് അവരെ അച്ഛൻ വിളിച്ചായിരുന്നു. അവിടെ പോയി തിന്നാനായിരിക്കും. ഇവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയുണ്ടല്ലോ. പിന്നെ എടാ, ഈ കല്യാണം നടക്കത്തില്ലെന്ന്. വെള്ളം അടിച്ച് കല്യാണം അലമ്പാനുള്ള പരിപാടിയാണെങ്കിൽ കള്ളക്കളവാ. എടാ, ഞാൻ അതാണോ പറഞ്ഞു വന്നത്? ആ പെണ്ണ് ആരുടെ കൂടെ ഒളിച്ചോടി പോയടാ. അത്രേ ഉള്ളൂ. അതിനോർത്ത് അവർക്ക് കല്യാണത്തിന് സമ്മതമില്ലെന്ന് പറഞ്ഞു. എടാ, ഒളിച്ചോടി പോയെന്ന് പെണ്ണ്. വിണ്ണിലെ പൊൻതാരകൾ ഓരമ്മ പെറ്റോരുണ്ണികൾ അവരൊന്നു ചേർന്നോരങ്കണം നിൻ കണ്ണിനെന്തെന്തുത്സവം കന്നിത്തേനൂറും. പോട്ടടാ പോട്ടടാ, നീ വിഷമിക്കല്ലേ. അത് എന്റെ ഭാര്യ ഒളിമ്പിക്സിന് ഓടാൻ വേണ്ടി പോയതല്ല, കണ്ടവന്റെ കൂടെ ഒളിച്ചോടി പോയതാ. അപ്പൊ എനിക്ക് വിഷമിക്കാം. അതാണോ പറഞ്ഞത്? പിന്നെ നീ വിഷമിക്കരുതെന്നാ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് നിന്റെ വിഷമം കാട്ടിട്ടാന്ന് ഒരു മാലാക ഇങ്ങോട്ട് വരുന്നു നിന്നെ ആശ്വസിപ്പിക്കാൻ. മാലാക എന്ന് പറഞ്ഞിട്ട് ഒരു വെളുത്തുള്ളിക്കട്ടോ ദൈവമേ കയറി. ശ്രീലകം വാഴുന്ന ദേവി, പ്രാണമന്ത്രമുണർത്തുന്ന ദേവി, തപസിരിക്കും സ്നേഹമനസുഖാശ്വാസം. പിന്നെ ഇച്ചിരി എനിക്കും കൂടെ തന്നാട്ടെ. എന്തോന്ന് ഉണ്ണിയപ്പോ ഉണ്ടെന്ന്? ഉണ്ണിയപ്പന്നല്ല പറഞ്ഞത്, എന്റെ മോനെ വിളിച്ചതാ. ഉണ്ണിക്കുട്ടോ, അവന്റെ മുഖത്തൊരു ചന്തോയം കണ്ടോ? അതെ, ഒറ്റപ്പാലത്ത് നിന്ന് ഒറ്റയ്ക്കാണോ വന്നത്? ഓ, ബസ് കയറിയപ്പോ ഭയങ്കര തിരക്ക് മക്കളെ. പിന്നെ ഇറങ്ങിയപ്പോ ഞാൻ ഒറ്റയ്ക്കായി പോയി. കാലന്റെ കണ്ണൊട്ടിച്ച് നടക്കുക. നീ വന്നൊരു കാര്യം പറയാം. ഇവരോട് പെണ്ണൊളിച്ചോടി പോയ കാര്യം പറയണ്ട. ഞാൻ പറയത്തില്ല. പിന്നെ മക്കളെ, ഞാന് ബസ്സിനകത്ത് വന്നപ്പോഴില്ലേ എനിക്ക് ആകെ ഒരു സംഭ്രമം. ഛർദിക്കാൻ വരുന്നു, തലവേദനിക്കുന്നു. ഞാനപ്പൊ തിരിച്ചു പോയാലോന്ന് ഓർത്തതാ. പോവാൻ പാടില്ലായിരുന്നോ? അപ്പഴാ ഒരു വാർത്ത കേട്ടെ. നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് നീ കെട്ടാനിരുന്ന പെണ്ണ് വേറൊരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയെന്ന്. അമ്മാവത് സഹിക്കോ? കൊള്ളത്തില്ലെന്നൊന്നും പറഞ്ഞില്ല, അവൾ ഒളിച്ചോടി പോയതേ ഉള്ളൂ. അത് കണ്ടന്റിന് ഒരു ബലം കിട്ടാൻ വേണ്ടി കൊള്ളത്തില്ലെന്ന് ഞാൻ കയ്യിൽ നിട്ടതല്ലയോ. എങ്ങനെ ഇരിക്കണെന്ന് പറ. ഏതാ ചെക്കൻ? എന്നെ മനസ്സിലായില്ലേ? ഉണ്ണിക്കുട്ടൻ. അതല്ല, ഈ നിക്കുന്ന ചൊങ്കൻ ചെക്കൻ. അതേതാ? ഈ നനഞ്ഞ കാച്ചിലിന് ഷർവാണിട്ട സാധനമാണോ ചൊങ്കൻ ചെക്കൻ? പാവകളിയുടെ ഇടയ്ക്ക് വിട്ട പോലെ ആയി പോയല്ലോ. കല്യാണമൊക്കെ മുടങ്ങി. ഇനി അമ്മാവനെ കുറച്ച് കറിയൊക്കെ എടുത്തിട്ട് പോവാൻ നോക്കും. അവൻ പറയുന്ന കേട്ടോ. ഇതൊരു കല്യാണ വീടാ, ഇപ്പൊ മരണ വീട് പോലെ നിക്കുമല്ലോ. അപ്പൊ അവൻ പറയാ എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അമ്മാമ്മ പൊക്കോളാൻ. അങ്ങനെ മനുഷ്യത്തുള്ള ആരെങ്കിലും എടുത്തോണ്ട് പോവോ? എടുക്കത്തില്ല. ഞാൻ എടുത്തു. വരുന്ന വഴിക്ക് 2 ഗ്ലാസ് പായസവും കുടിച്ചു. കൊള്ളാം. ഒരു കാര്യം ചെയ്യും, എല്ലാം എടുത്തല്ലോ. ഇനി അമ്മാമ്മ പോവാൻ നോക്ക്. അതെന്ത് വർത്താനോടാ പറയുന്നത്? നീ വിഷമിച്ചിരിക്കല്ലയോ? ആശ്വസിപ്പിക്കാൻ ഒരാള് വേണമല്ലോ. ആരെ? നിനക്ക്. നിങ്ങൾ ഇവിടെ നിൽക്കണം, നിങ്ങൾക്ക് സേഫ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊക്കോളാൻ. ഞാൻ ഇവിടെ ഇരിക്കാ കൊച്ചെ. അങ്ങനെ പറയരുത്. കൊച്ചിഞ്ഞു വന്നേ. മുതുക്ക് കണ്ട ആര് വിളിച്ചു പോടാ, അവിടെ പോയി കൊച്ചേ. ഇങ്ങോട്ട് വന്ന പോയി. ഞാനോ? അതെ, അവൻ വിഷമിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ
അപ്പൊ നമ്മളായിട്ട് അവനെ ആശ്വസിപ്പിക്കണ്ടേ? ആശ്വസിപ്പിക്കണ്ടേ? വേണം. ഞാൻ അങ്ങോട്ട് പറയാനിരിക്കുവാ. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്. ആ ചെറുക്കൻ കേക്കണ്ട, അങ്ങ് വാ. ഇതുപോലൊരു മുടിഞ്ഞ സന്താനം എന്റെ കുടുംബത്തെ ഞാൻ കണ്ടിട്ടില്ല. മാമേ രഹസ്യം പറയുവാണോ? അതെ. ആരും കേട്ടില്ല. ആരും കേട്ടില്ല. ഭാഗ്യായി, ആരും കേട്ടില്ല. എന്റെ അടുത്തേക്ക് വന്നിരിക്കണേ. അതെ മക്കളെ, ചിലവർക്ക് ശരിയാവും, അതെ. ചിലവർക്ക് ശരിയാവത്തില്ല. ഇപ്പൊ നിനക്ക് പെണ്ണ് കിട്ടിയില്ലെന്നല്ലേ ഉള്ളൂ, ഇനിയും സമയം കടക്കുവല്ലയോ, കെട്ടാലോ? പിന്നെ അത് പറഞ്ഞപ്പോഴാ എങ്ങനാ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധം? ഞാൻ ഇവന്റെ അമ്മയുടെ അടുത്ത ബന്ധവാ. ആണോ? നിങ്ങൾ എന്താ ബന്ധം? ഞാൻ അവന്റെ അച്ഛന്റെ അകന്ന ഒരു ബന്ധുവാ. ഇതിലും അകന്ന ബന്ധ പുള്ളിക്ക് ഇത്ര കാല കത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാ ഇപ്പൊ ഇങ്ങനെ കാണിച്ചത്. എന്താ പേര്? അച്യുതന്നാ എന്റെ പേര്. ഓ ഓ ഓ, നാട്ടിൽ അതിന്റെ ഒരു തണ്ടൊക്കെ എനിക്കുണ്ട്. അപ്പൊ ഈ അച്ചുതണ്ടിലാണോ ഭൂമി കറങ്ങണേ? തമാശ. എന്താ പേര്? കാർത്തിയായനി. കാർത്തിയായനി. നാട്ടുകാരെന്നെ കാന്താരിന്ന് വിളിക്കും. അതെന്താ? ഇച്ചിരി എരിവ് കൂടുതലാണേ. എരിപുളിയൊക്കെ വേണമല്ലോ ഈ പ്രായത്തില്. എന്നെ ആൾക്കാർ സ്നേഹമുള്ളൊരു ചുണ്ടാപ്പിന്നാ വിളിക്കുന്നത്. ശുണ്ടാപ്പി കൊള്ളാം. അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ ശുണ്ടാപ്പി. ഇവിടെ ഞാനാ അധികം പറ്റി. ഒന്നല്ലെങ്കിൽ അവര് ചിന്തിക്കണം എന്റെ ഭാര്യ എന്നെ കളഞ്ഞിട്ട് പോയെന്ന്, അല്ലെങ്കിൽ അവര് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ പ്രായത്തിൽ ഈ കുന്തളിപ്പ് കാണിക്കാൻ പാടില്ലെന്ന്. ഇത് രണ്ടിനുള്ള വിവരം ബുദ്ധി ഇല്ലെങ്കിൽ ഇപ്പൊ എന്നെ ചെയ്യാൻ പറ്റും? ഞാൻ മാറി നിൽക്കാം. അവൻ എന്തോ പിറുപിറുക്കുന്നുണ്ട്. വിഷമവാ. വിഷമ. അവന്റെ വിഷമം മാറ്റാൻ വേണ്ടി കൊച്ചിന്ന് രാത്രി എന്റെ കൂടെ ഇവിടെ നിൽക്കുവോ? നിക്കാം. ആർന്നോരെ ഒന്നിങ്ങി വന്നേ. ഓ ഇപ്പൊ വരാൻ പോക്കള. അടുക്കളയിൽ ഒന്ന് ചെല്ലണം. അപ്പോ ബിജു ഉണ്ട് അവിടെ. നിങ്ങൾ പ്രായമായാലും ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. എന്നാലും ബിജു സഹായിക്കും. എന്നിട്ട് അവൻ്റെ അടുത്ത് പറയണം, എന്താ പറയണ്ടേ? പച്ച കപ്പളങ്ങ നോക്കി പറയാൻ. എന്തിനാ? ക്രിമി കടിക്കാതാ നല്ലത്. എന്നിട്ട് കുറഞ്ഞില്ലെങ്കിൽ എന്റെ അടുത്ത് വരണം.